എന്താണ് പി എം ശ്രീ എന്ന് നമ്മുടെ ജോർജ് കുര്യൻ സാറ് നല്ല വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതൊന്ന് കേട്ടാലോ നമുക്ക്. കേരളത്തിൽ വിമർശിക്കുന്നവരുടെ പാർട്ടിക്കാർ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ പി എം ശ്രീ നടപ്പിലാക്കി കഴിഞ്ഞു. പക്ഷേ കേരളത്തിൽ വേണ്ട. എന്താണ് അതിന് കാരണം? എന്താണ് പി എം ശ്രീ എന്ന് സാധാരണ ജനങ്ങൾക്ക് അറിയില്ല. അവരിൽ എത്തിക്കാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. പറയാം. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് പറഞ്ഞതാണ്, ഒരു ചാനലും അത് കൊടുത്തില്ല. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. 1976 42-ാം ഭരണഘടന അനുസരിച്ച് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അതായത് കരിക്കുലത്തിൻ്റെ കാര്യത്തിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയേ ചെയ്യുള്ളൂ കേന്ദ്രം. പി എം ശ്രീയുടെ കാര്യത്തിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതായത് പി എം ശ്രീയിൽ എല്ലാവർക്കും അറിയാം 5+3+3+4 അതാണ് അതിൻ്റെ രീതി. അതായത് 3-ാമത്തെ വയസ്സ് മുതൽ നമ്മുടെ പ്ലേ സ്കൂൾ ഉൾപ്പെടെയുള്ള തുടങ്ങിയിട്ട് 5 വർഷം, അത് കഴിഞ്ഞ് 3 വർഷം, 6-ാം ക്ലാസ് എത്തുന്ന അവസരത്തിൽ വൊക്കേഷണൽ കോഴ്സുകൾ കൊടുക്കണം. 6-ാം ക്ലാസ്സിൽ ഒരു 11 വയസ്സാകുമ്പോൾ മുതൽ വൊക്കേഷണൽ ഇത് കൊടുക്കുകയും അവർ ഇൻറ്റേൺഷിപ്പിന് പോകണം. ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് ലോക്കലായിട്ടുള്ള നമ്മുടെ ഇൻഡസ്ട്രീസിലാണ്. അതിനുശേഷം മുകളിലേക്കുള്ള ക്ലാസ്സുകളിൽ സ്കിൽ ട്രെയിനിങ്ങുകൾ കൊടുക്കണം. +2 കഴിയുമ്പോൾ ഈ കുട്ടിക്ക്, അതായത് ജോലിക്ക് ഉള്ള ഒരു ഏജാണല്ലോ 18, ആ കുട്ടിക്ക് ജോലി ചെയ്യാവുന്ന അല്ലെ സ്വയം ജോലി ചെയ്യാവുന്ന സംവിധാനത്തിൽ അവൻ എത്തും. അതേസമയം ഡിഗ്രിക്ക് ചേരാം. ഡിഗ്രിക്ക് ചേർന്നതിന് ശേഷം 1 വർഷം കഴിഞ്ഞ് ആ കുട്ടിക്ക് തോന്നുകയാണ് എനിക്ക് ജോലി ചെയ്യണം അല്ലെ സ്വയം ജോലി ചെയ്യണം എന്ന് തോന്നിയാൽ ആ കോഴ്സ് അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്യാം. പണ്ട് അങ്ങനെയല്ല, ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് അയാൾക്ക് ഇഷ്ടമുള്ള സമയത്ത് തുടങ്ങാം. ഇനി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സയൻസ് സ്ട്രീമിൽ ചേരുന്നവർക്ക് ആർട്സ് എടുക്കാൻ പറ്റില്ല. ഇപ്പം ആർട്സ് എടുക്കുന്നവർക്ക് സയൻസ് എടുക്കാം, സയൻസ് എടുക്കുന്നവർക്ക് ആർട്സ് എടുക്കാം അഡീഷണലായിട്ട്. അതിനൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഇപ്പോൾ ഒരു കുട്ടിക്ക് തോന്നുകയാണ് സയൻസ് ഞാൻ എടുത്തു, സയൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, അയാൾക്ക് കംപ്ലീറ്റ് മാറ്റിയിട്ട് അത് ആർട്സ് ആക്കാൻ സാധിക്കും. ആ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാത്തതാണ്. അതുപോലെ തന്നെ ഈ ഡിഗ്രി എന്ന് പറയുന്നത് ഓണേഴ്സ് കോഴ്സാണ്. ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3+1 ആണ്. 3 വർഷം കഴിയുമ്പോൾ ആ കുട്ടിക്ക് വേണമെങ്കിൽ ഡിഗ്രി കിട്ടും. ഡിഗ്രി പൂർത്തിയാക്കി അയാൾക്ക് മാറാം. 1 വർഷം കൂടെ അയാൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലുള്ള ഗുണം PhD 75% മാർക്കുണ്ടെങ്കിൽ നേരെ PhD പോകാം. PG പോകണമെന്നില്ല. 75% മാർക്കില്ലെങ്കിൽ PG 1 വർഷമേ ഉള്ളൂ. PG ഇതാണ് ഇതിൻ്റെ അകത്തെ സംവിധാനം. ഇതിൻ്റെ അകത്ത് എവിടെയാണ് കാവി ഇരിക്കുന്നത് എന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. മാത്രമല്ല ഓരോ നിർബന്ധവും ഇല്ല. കരിക്കുലം നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അതിൻ്റെ അകത്ത് കേന്ദ്രത്തിൻ്റെ ഒരു അടിച്ചേൽപ്പിക്കലുമില്ല. 1977 അടിയന്തരാവസ്ഥ പിൻവലിച്ചപ്പോൾ മുതൽ സുപ്രീം കോടതിയിൽ ഇതിൻ്റെ കേസുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാൽ ഇപ്പോഴല്ല, ഈ നമ്മുടെ NEP വരുന്ന അവസരത്തിലല്ല, അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതിന് അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല, സംസ്ഥാനമാണ് തീരുമാനിക്കുന്നത്. ഇനി ഭാഷ, ചില സംസ്ഥാനങ്ങൾ, നമ്മുടെ സംസ്ഥാനത്ത് ആ വിഷയമില്ല. 3 ഭാഷയെന്നാണ് പറയുന്നത്. ഒന്ന് മാതൃഭാഷയായിരിക്കണം, വേറെ 2 ഭാഷകൾ, അത് നിങ്ങൾക്ക് ഇന്ത്യൻ ഭാഷകൾ എടുക്കാം. ഒരു നിർബന്ധമില്ല ഇന്ന ഭാഷയായിരിക്കണമെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ ആ വിഷയമില്ല, വേറൊരു ഭാഷ നിങ്ങൾക്ക് പഠിക്കാം. അതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഭാഷയുടെ കാര്യത്തിൽ നിർബന്ധം എന്ന് പറയുന്നത് അത് സർക്കാർ സ്റ്റേറ്റ് ഇഷ്ടപ്പെടുന്നു എങ്കിൽ ആ 5 ഉണ്ടല്ലോ, അതായത് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ മാതൃഭാഷയാണ് പ്രിഫർ ചെയ്യുന്നത്. എന്നോർത്തുകൊണ്ട് വേറെ ഭാഷ പഠിപ്പിക്കരുതെന്നില്ല, അത് ഇംഗ്ലീഷ് പഠിപ്പിക്കരുതെന്നോ അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ അകത്ത് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ 5 വർഷം, 5-ാം ക്ലാസ് വരെയല്ല, 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെയും മാതൃഭാഷയിൽ പഠിപ്പിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നാടകമാണ്. മാത്രമല്ല വേറൊരു കാര്യം ഇപ്പോൾ വ്യക്തമായില്ലേ, 2023-24 ഏതാണ്ട് 1071 കോടി രൂപ കേരളത്തിന് കിട്ടിയതാണ് ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട് ഇവർ. ഈ സ്കൂളുകൾ നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നതിന് ശേഷം എല്ലാ സർക്കാർ സ്കൂളുകളും വികസിച്ചത് കണ്ടില്ലേ. ഞങ്ങളുടെ സ്കൂൾ തിളങ്ങുന്നു, വേറെ എവിടെയെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചില്ല. അത് കേന്ദ്ര ഫണ്ട് കൊണ്ടാണ്. ഈ പി എം ശ്രീയുടെ ഈ വിഷയം വന്ന അവസരത്തിൽ നിങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ ഫണ്ട് വേണം. നിങ്ങൾ ഈ കേന്ദ്രത്തിൻ്റെ ഒരു നിർദ്ദേശവും നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പി എം ശ്രീയുടെ കാര്യത്തിൽ നിങ്ങൾ നടപ്പിലാക്കണം എന്ന് പറഞ്ഞത്. പി എം ശ്രീ വരുമ്പോഴത്തേക്ക് 80 ലക്ഷം മുതൽ 1 കോടി വരെ ആ സ്കൂളുകൾക്ക് കിട്ടും. ഓരോ വർഷം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ആ സ്കൂൾ ഡെവലപ്പ് ചെയ്യുക. അതിൻ്റെ അകത്ത് എവിടെയാണ് കാവി ഇരിക്കുന്നത്? ഈ രൂപയ്ക്ക് കാവി നിറമാണോ? അല്ലല്ലോ, നമ്മുടെ എല്ലാവരുടെയും രൂപ ഒന്ന് തന്നെയല്ലേ. അപ്പോൾ അത് ആ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കരിക്കുലം തീരുമാനിക്കുന്നത് സംസ്ഥാനമാണ് എല്ലായിടത്തും. അത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് ആ രീതിയിൽ പോകാം. ഈ ഒന്നും വേണ്ട, ഈ NEP വേണ്ട, വൊക്കേഷണൽ ഇത് വേണ്ട, കോഴ്സ് വേണ്ട, സ്കിൽ ഡെവലപ്മെൻറ്റ് വേണ്ട,
അല്ലെങ്കിൽ ഓണേഴ്സ് വേണ്ട, അല്ലെങ്കിൽ കുട്ടികൾക്ക് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം വേണ്ട എന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റിന് പോകാം, വേറിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇത് വെറുതെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഇത് പൊക്കിക്കൊണ്ട് വന്നത്. ഇത്രയും നാളില്ലാത്ത ഈ വിഷയം ഇപ്പോൾ പൊക്കിക്കൊണ്ട് വന്നത് അയ്യപ്പൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അയ്യപ്പൻ അത് എവിടെയാണെന്ന് ഞാൻ ചോദിച്ചത്. നമ്മുടെ വൊക്കേഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇത് വ്യവസായശാലകളിലല്ലേ കുട്ടികൾ പോകുന്നത്. അവർ പോയിട്ട് ആദ്യം ഇത് പഠിക്കുക, ഒന്നും ചെയ്യുന്നില്ല, കണ്ടു പഠിക്കുകയാണ്. അതിനുശേഷം സ്കിൽ ട്രെയിനിങ് അടുത്തുള്ള ക്ലാസ്സുകളിൽ 18 വയസ്സാകുമ്പോൾ പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് ജോലി ചെയ്യാം. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാം. ഏത് കോഴ്സ് എവിടെ വെച്ചും ഡിസ്കണ്ടിന്യൂ ചെയ്യാം, ഇനി അവർക്ക് തുടങ്ങാം. ആ രീതിയിലാണ്, ഫ്ലെക്സിബിളാണിത്. ഈ എല്ലാ നിയമങ്ങളും ഫ്ലെക്സിബിളാണ്. പക്ഷേ ഞങ്ങൾ ഇതൊന്നും നടപ്പിലാക്കിയില്ല, ഫണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനും ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ CAG ഉണ്ട്, അവരിത് നോക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരത് വിശദീകരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളോട് പറയാനുള്ളത്, ഇത് നാടകമാണ്. അതായത് പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നിടം വരെ ഈ നാടകം തുടരും. അത് രാജിവെക്കുമോ രാജിവെക്കാതിരിക്കുമോ വിട്ടു നിൽക്കുമോ എന്നൊക്കെ പറയും. പക്ഷേ ഇടത് മുന്നണിയിൽ നിന്ന് CPI എങ്ങും പോകില്ല, അത് നിങ്ങൾ ഉറപ്പിച്ചോളുക. ഇത് ഗോവിന്ദൻ മാഷും CPI, ഇത് ഗോവിന്ദൻ മാഷിൻ്റെ ഒരു വാക്ക് മതി അത് മനസ്സിലാകാൻ. ഏത് CPI എന്ന് ചോദിച്ചെന്ന് മനസ്സിലായി, അത് വിവാദം ഉണ്ടാക്കാനും വിഷയം ഉണ്ടാക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾ മനസ്സിലാക്കട്ടെ, പേരൻസാണ് തീരുമാനിക്കുന്നത്. പിന്നെ ഒരു കാര്യം, കേന്ദ്രത്തിലെ സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്, സംസ്ഥാനത്തിലെ സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ സ്കീം കിട്ടാനുള്ള അവകാശം ജനങ്ങൾക്കില്ലേ, കുട്ടികൾക്കില്ലേ? രണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളല്ലേ. അപ്പോൾ അതിൻ്റെ ആനുകൂല്യം കിട്ടാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതാരും തടയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്.